കഴിഞ്ഞ മാസത്തിൽ കൊൽക്കത്തയ്ക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് രസകരമായ ഒരു കാര്യം ഞാൻ കാണുവാനിടയായി. കാര്യം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ചെറിയ വണ്ടികൾ, അതായത് ബൈക്കിൻ്റെ ഹാൻഡിൽ ഘടിപ്പിച്ച്, എന്തോ ബുള്ളറ്റിൻ്റെയൊക്കെ ഇഞ്ചൻ ഘടിപ്പിച്ച്, 3 വീല് ഒക്കെ ഘടിപ്പിച്ച് റോഡിൽ കൂടെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഓടുന്നത് രസകരമായിട്ടുണ്ട്. കാര്യം വലിയ ലോഡുകളാണ് ഈ വണ്ടിക്കകത്ത് അവർ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇത് കൽക്കട്ട മാത്രം കാണുന്ന ഒരു സംഭവമാണ്. എനിക്കത് രസകരമായി തോന്നിയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കണമെന്നുള്ള താല്പര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഈ വണ്ടിക്ക് ലൈസൻസ് വേണ്ട, നമ്പർ വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? ഇത് സ്വയം അവർ ഈ വണ്ടിയിലാണ് ഇവിടെ ലോഡൊക്കെ അടിക്കുന്നത്. അവർ ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. കയറ്റി ഒരിക്കലും സാധനം അടിക്കുന്ന വണ്ടിയാണ് നമ്മൾ ഇത്ര വലിയ ലോഡായി അടിക്കുന്നതെന്നറിയാമോ? ഈ ലോഡുകളെല്ലാം അടിക്കുന്ന ഇങ്ങനത്തെ വണ്ടികളാണ്. ഭയങ്കരമായിട്ടാണ് ലോഡ് കയറ്റുന്നത്. അതേപോലാണ് അതിൻ്റെ ബോഡിയൊക്കെ അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എത്ര ലോഡ് വേണമെങ്കിലും അതിനകത്ത് കയറ്റി നിങ്ങൾ കൊണ്ടുപോകും. കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ വളരെ രസകരമായ കാഴ്ചയാണ്. ഇങ്ങനെയുള്ള വണ്ടികൾ കേരളത്തിൽ ഓടിക്കാൻ പറ്റും. പ്രേക്ഷകരെ കാണിക്കണമെന്നുള്ള ഇവിടുത്തെ വണ്ടികൾ മൊത്തവും ഇങ്ങനത്തെ വണ്ടികളാണ്, ചരക്ക് വാഹനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുത്ത് അതുപോലെ തന്നെ കൽക്കട്ടയിൽ ഓടുന്ന ടാക്സികൾ കൂടുതലും പഴയ അംബാസഡർ കാറുകളാണ്. ഇതിന് സത്യത്തിൽ ബോർഡ് പോലും ഇല്ല, നെയിം ബോർഡ് പോലും ഇല്ല. അവിടെ ഓടുന്ന ടാക്സികളൊക്കെ, അപ്പം ഇവിടുത്തെ കാഴ്ചകൾ, വണ്ടികളുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അംബാസഡർ കാറൊക്കെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ പുതിയ വണ്ടികളാണ് ഇതുപോലെയുള്ള വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ലോഡുകളൊക്കെ കയറ്റുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ടെമ്പോ, സിറ്റിയിലൂടെ ഇങ്ങനെയുള്ള വണ്ടികളാണ് ഈ ലോഡുകളെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ചിലപ്പോൾ നമ്പർ പോലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള വണ്ടികൾ സ്വയം ഉണ്ടാക്കി അത് നമുക്ക് കാണുവാൻ റോഡിലിറക്കി അവർ ലോഡ് ഗവൺമെൻറ് അപ്പം ഇങ്ങനെ പഴയ വണ്ടികൾ ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെ ഒരു നല്ല കാര്യം അവർക്ക് ചെയ്തുകൊണ്ട് അനേകർ ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാക്കിക്കൊണ്ട് ലോഡ് അടിച്ച് അവർ വരുമാനം സമ്പാദിക്കുന്നു. ഇതാണ് കൽക്കട്ടയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുക.